Welcome back to the Plus 2 Political Science online class. The second chapter, Era of One-Party Dominance. രണ്ടാമത്തെ യൂണിറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഏകകക്ഷി മേധാവിത്വ കാലഘട്ടം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുന്നത് ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകളും അതിൻ്റെ ആൻസർ ബേസ്ഡ് ക്ലാസ്സുകളാണ്. ഓക്കെ, ഫസ്റ്റ് വൺ, why did the first general election in 1952 observe as a landmark in the history of the democracy all over the world? എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് 1952 പൊതു തെരഞ്ഞെടുപ്പ്, ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് ലോക ജനാധിപത്യ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണെന്ന് അറിയപ്പെടുന്നത്? എന്തുകൊണ്ടാണ് 1952 the first general election in India observed as a landmark in the history of the election? എന്താണ് ഡെമോക്രസി അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇലക്ഷൻ ചരിത്രത്തിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ് കാരണം? India was a large country and most of its electorates were poor and illiterate. അറിയാലോ, the most of the Indian peoples are poor and illiterate during the time of independence. അല്ലേ, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ മുഴുവൻ ആളുകളും അല്ലെങ്കിൽ ഒരു മെജോറിറ്റി ഓഫ് പേഴ്സൺസ് എന്തായിരുന്നു, അല്ലെങ്കിൽ സമ്മതിദായകരും എന്തായിരുന്നു? പാവപ്പെട്ടവരും അതുപോലെ തന്നെ ഒരു ദരിദ്രരും നിരക്ഷരരുമായിരുന്നു. അല്ലേ, ബൈ ദാറ്റ് ടൈം ഡെമോക്രസി ഹാഡ് എക്സിസ്റ്റഡ് ഓൺലി ഇൻ ദി പ്രോസ്പെറസ് കൺട്രീസ്. ആ ഒരു കാലഘട്ടത്തിൽ എന്താണ്, ജനാധിപത്യം നിലനിന്നിരുന്ന ചില സമ്പന്ന രാജ്യങ്ങളിൽ മാത്രമായിരുന്നു. എസ്പെഷ്യലി ഈവൻ മെനി ഓഫ് ദി യൂറോപ്യൻ കൺട്രീസ് ഹാഡ് നോട്ട് ഗിവൺ വോട്ടിംഗ് റൈറ്റ്സ് ടു ഓൾ വുമൺ. ചില സമയങ്ങളിൽ എന്താണ്, അന്നത്തെ കാലത്ത് യൂറോപ്പിലെ ചില രാജ്യങ്ങളിൽ എന്തുണ്ടായിരുന്നില്ല, ദർ വാസ് നോട്ട് ദ വോട്ടിംഗ് റൈറ്റ്സ് ടു വുമൺ. എന്താണ്, സ്ത്രീകൾക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്, ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇന്ത്യാസ് എക്സ്പെരിമെൻറ്റ് ദ യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസി അപ്പിയർഡ് എവരി ബോൾഡ് ആൻഡ് റിസ്കി. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ് ഇന്ത്യ പറഞ്ഞു, ഈ ഒരു കാലഘട്ടത്തിൽ മറ്റു രാജ്യങ്ങളിലൊന്നും സ്ത്രീകൾക്ക് പോലും വോട്ടവകാശം ഉണ്ടാവാത്തിരുന്ന ഒരു കാലഘട്ടത്തിൽ അന്നത്തെ കാലത്ത് ഇന്ത്യ എന്ത് ചെയ്തു, എല്ലാവർക്കും സാർവത്രിക വോട്ടവകാശം നൽകി. പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയും ഇറ്റ് ബിക്കെയിം സക്സസ്. അതെന്ത് ചെയ്തു, വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് അന്നത്തെ കാലത്ത് ഒരു നാഴികക്കല്ലായിരുന്നു എന്ന് പറയാൻ കാരണം. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1950 January 26. When did in 1950 January 25 the first election commission of India came to exist? The first, Dr. Sukumar Sen was the first chief election commissioner in India. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് സുകുമാർ സെൻ ആണ്. നെയിം ഓഫ് ദി ഇലക്ട്രൽ സിസ്റ്റം അഡോപ്റ്റഡ് ഇൻ ഇന്ത്യ ഡയറക്റ്റഡ് ഇലക്ഷൻസ് ടു ദ ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഏതാണ്? FPTP, അതർവൈസ് നോൺ ആസ് സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം. എന്ന് പറഞ്ഞാൽ എന്താണ്, പൊതു തെരഞ്ഞെടുപ്പുകളിൽ കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് ഇന്ത്യ സ്വീകരിച്ചിരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദ റീസൺ for the extraordinary success of the Congress in the first 3 general election. അപ്പോൾ നോക്കാം, in 1952 നടന്ന ഫസ്റ്റ് ജനറൽ ഇലക്ഷനിൽ അപ്പോൾ 3 ഇലക്ഷൻ നടന്നു. അതിൽ 3 കോൺഗ്രസ് പാർട്ടിയായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ വിജയിച്ചത്. അസാധാരണമായി വിജയിച്ചത് കോൺഗ്രസ് പാർട്ടിയായിരുന്നു. ഓക്കെ, അന്നത്തെ കാലത്ത് കോൺഗ്രസ് പാർട്ടി ജയിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഇലക്ഷൻ എന്തൊക്കെയാണ്? കോൺഗ്രസ് പാർട്ടി ഹാസ് ദി ലെഗസി ഓഫ് ദി ഫ്രീഡം സ്ട്രഗിൾ. എന്താണ്? ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു പൈതൃകമുള്ള പാർട്ടിയായിരുന്നു കോൺഗ്രസ്. പറയാൻ കാരണം എന്താണ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന കാലഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുത്തിട്ടുള്ള പ്രസ്ഥാനങ്ങളും അവർ നയിച്ച കാരണങ്ങളൊക്കെ ആയിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, മെനി ലീഡേഴ്സ് ഓഫ് ദി ഫ്രീഡം സ്ട്രഗിൾ വേർ കോൺടെസ്റ്റ് ഇൻ ദി ഇലക്ഷൻ ആസ് കോൺഗ്രസ് കാൻഡിഡേറ്റ്സ്. എന്ന് പറഞ്ഞാൽ എന്താണ്, മെനി ലീഡേഴ്സ് ഓഫ് ദി ഫ്രീഡം സ്ട്രഗിൾ, അതായത് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിന് മുന്നണി പോരാളികളായി നിന്നിരുന്ന പലരുമായിരുന്നു പിന്നീട് എന്ത് ചെയ്തിരുന്നത്, ഇലക്ഷന് റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് മത്സരിച്ചിരുന്നത്. ദെൻ ജവഹർലാൽ നെഹ്റൂസ് കാരിസ്മാറ്റിക് ലീഡർഷിപ്പ്. എന്താണ് കോൺഗ്രസ്, എന്താണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ വ്യക്തിപ്രഭാവവും ജനകീയതയും ഇലക്ഷന് മുതൽക്കൂട്ടായി. നെക്സ്റ്റ് വൺ, ദ കോൺഗ്രസ് വാസ് ഓൾറെഡി എ വെരി വെൽ ഓർഗനൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടി. കോൺഗ്രസ് എന്താണ്, കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് വളരെ മുന്നേ തന്നെ എന്തായിരുന്നു, ഒരു സുസംഘടിതവും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ആയിരുന്നു.
കോൺഗ്രസ് പാർട്ടി വാസ് എ ഇൻക്ലൂസീവ് പാർട്ടി. കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഇൻക്ലൂസീവ് ആയിരുന്നു. എന്താണ് പറയാൻ കാരണം? കോൺഗ്രസ് പാർട്ടി അഡോപ്റ്റഡ്, അല്ലെങ്കിൽ എന്താണ്, മിക്സ്ഡ് പേഴ്സൺസ് റിലേറ്റഡ് ടു ഓൾ റിലീജിയൻ ഓർ ഓൾ ലെവൽസ് ഓഫ് പീപ്പിൾ. എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളുന്ന പാർട്ടിയായിരുന്നു, ഒരു പ്രസ്ഥാനമായിരുന്നു എന്ത് കോൺഗ്രസ് എന്ന് പറയുന്നത്. ദീസ് ആർ ദി മെയിൻ പോയിന്റ്സ് ദാറ്റ് ലീഡ്സ് ടു ദി എക്സ്ട്രാ ഓർഡിനറി സക്സസ് ഓഫ് ദി കോൺഗ്രസ് in the first 3 general election. Okay, how many seats were won the Congress party in the first Lok Sabha election in India in 1952? 364. 364 സീറ്റുകളാണ് ഫസ്റ്റ് ലോക്സഭ ഇലക്ഷന് കോൺഗ്രസ് പാർട്ടിക്ക് ലഭിച്ചത്. ഹൗ ഡിഡ് ഇലക്ട്രൽ സിസ്റ്റം ആർട്ടിഫിഷ്യലി ബൂസ്റ്റ് ദി വിക്ടറി ഓഫ് ദി കോൺഗ്രസ് ഇൻ ദി എലക്ഷൻസ് ഫ്രം 1950 to 67? എന്ന് പറഞ്ഞാൽ 1952 മുതൽ 67 വരെയുള്ള കോൺഗ്രസ് വിജയത്തിൻ്റെ വ്യാപ്തി കൃത്യമായി പെരുപ്പിച്ച് കാട്ടിയതാണെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് നോക്കാം. എന്താ കാരണം? ഇന്ത്യ അഡോപ്റ്റഡ് FPTP സിസ്റ്റം, അല്ലേ? ഇൻ സിസ്റ്റം കാൻഡിഡേറ്റ് ഹൂ റിസീവ്സ് ദ മോസ്റ്റ് വോട്ട് വിൻസ്. ഈ സിസ്റ്റത്തിൽ എന്താ പറയുന്നത്? ഹൂ ഗെറ്റ് മോർ വോട്ട് ഹി വിൻ, അല്ലേ? എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കാണോ കൂടുതൽ വോട്ട് റിസീവ് ചെയ്തിട്ടുള്ള അയാൾ ജയിക്കുന്നു. In 1952, the Congress obtained 45% of the total vote. എന്താണ്? അന്നത്തെ കാലത്ത് 45% മൊത്തം വോട്ടിൻ്റെ 45% മാത്രമേ കോൺഗ്രസ്സിന് ലഭ്യമായിട്ടുള്ളൂ. ബട്ട് ഇറ്റ് മാനേജ്ഡ് ടു വിൻ 74% ഓഫ് ദി സീറ്റ്സ്. എന്ന് പറഞ്ഞാൽ എന്താണ്? 74% സീറ്റുകൾ ലഭിച്ചെങ്കിലും 45% മാത്രമാണ് ഇതിൻ്റെ കോൺഗ്രസ്സിന് ലഭ്യമായിട്ടുള്ളൂ. ഇറ്റ് ഈസ് ബിക്കോസ് ദി non-Congress votes were divided between different parties and candidates. എന്ന് പറഞ്ഞാൽ എന്താണ് കാരണം? മാത്രമേ ലഭ്യമായിട്ടുള്ള വിവിധ രാഷ്ട്രീയ കക്ഷികൾക്കിടയിൽ വോട്ടുകൾ വിഭജിക്കപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസിന് ഉയർന്ന വിജയം നേടാനായത്. ഓക്കെ, വൈ ഡിഡ് ദി ഫസ്റ്റ് ഡിക്കേഡ് ഓഫ് ദി ഇലക്ട്രൽ കോമ്പറ്റീഷൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ് ഹാസ് ബീൻ ഡിസ്ക്രൈബ്ഡ് ആസ് ദി കോൺഗ്രസ് സിസ്റ്റം? ഒരു സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ആദ്യ ദശകങ്ങളിലെ രാഷ്ട്രീയത്തെ ഒരു കോൺഗ്രസ് വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് സിസ്റ്റം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്തുകൊണ്ടായിരുന്നു എന്ന് നോക്കാം. കാരണം there were various functions in the Congress representing different interest and ideologies. അപ്പോൾ എന്താണ്? കോൺഗ്രസ്സിനുള്ളിൽ തന്നെ എന്താണ്? നിരവധി ഐഡിയാസ്, എന്താണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡിയാസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യൂസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റുകൾ, പലതരത്തിലുള്ള ആശയങ്ങൾ, താല്പര്യങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ ഒക്കെ പിന്തുടരുന്ന വിഭാഗങ്ങളുണ്ടായിരുന്നു. ഇവരെന്ത് ചെയ്തു? പാർട്ടിയിൽ നിന്നും പുറത്തു പോകാതെ പാർട്ടിക്കുള്ളിൽ തന്നെ തുടർന്നു. ആയതിനാൽ മറ്റ് രാഷ്ട്രീയ കക്ഷികൾ ഒരിക്കലും കോൺഗ്രസ് ബദലായിരുന്നില്ല. ഓക്കെ, ഓൾ ദീസ് ഫങ്ഷൻസ് വെർ റിമൈൻഡ് വിത്തിൻ ദി കോൺഗ്രസ്. ദെർഫോർ അതർ പാർട്ടീസ് വെർ ഫെയിൽഡ് ടു ക്യാപ്ചർ പവർ. ദീസ് ഫങ്ഷൻ ആസ് എ ബാലൻസിങ് മെക്കാനിസം വിത്ത് ദി റൂളിംഗ് പാർട്ടി. ഈ ഒരു ഫങ്ഷൻ എന്ത് ചെയ്തു? കോൺഗ്രസ്സിലെ പല ആളുകൾ ഇതിനെ വിമർശിക്കുകയും പല ഗ്രൂപ്പുകൾ കോൺഗ്രസ്സിനെ വിമർശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ അർത്ഥത്തിൽ സ്വതന്ത്രത്തിൻ്റെ ആദ്യ ശതകത്തിൽ കോൺഗ്രസ് ഭരണകക്ഷിയായും പ്രതിപക്ഷമായും പ്രവർത്തിച്ചിരുന്നു. അതിനാലാണ് ഈ കാലഘട്ടത്തെ കോൺഗ്രസ് വ്യവസ്ഥ എന്ന് പറയാൻ കാരണം. ഓക്കെ, ഇൻ ദാറ്റ് സെൻസ് കോൺഗ്രസ് ആക്ട് ബോത്ത് ആസ് ദി റൂളിംഗ് പാർട്ടി ആസ് വെൽ ആസ് ദി ഒപ്പോസിഷൻ പാർട്ടി. സോ ദിസ് പീരിയഡ് ഹാസ് ബീൻ ഡിസ്ക്രൈബ്ഡ് ആസ് ദി കോൺഗ്രസ് സിസ്റ്റം. ഡിഡ് ദി prevalence of a one-party dominant system affect adversely the democratic nature of the Indian politics? ഏകകക്ഷി മേധാവിത്വ വ്യവസ്ഥ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ജനാധിപത്യ സ്വഭാവത്തെ പ്രതികൂലമായി ബാധിച്ചിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. ഏകകക്ഷി മേധാവിത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ പാർട്ടി റൂളിംഗ്. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വൺ പാർട്ടി റൂളിങ്ങിനെയാണ് നമ്മൾ ഏകകക്ഷി മേധാവിത്വം എന്ന് പറയുന്നത്. വൺ പാർട്ടി ഡൊമിനൻറ്റ് സിസ്റ്റം ഡിഡ് നോട്ട് അഡ്വേഴ്സ്ലി അഫക്ട് ദി ഡെമോക്രാറ്റിക് സിസ്റ്റം ബിക്കോസ് ദി കോൺഗ്രസ് പാർട്ടി വാസ് ദി കോയിലേഷൻ ഓഫ് ഡൈവേഴ്സിഫൈഡ് ഇൻട്രസ്റ്റ് ആൻഡ് ഗ്രൂപ്പ്സ്. അപ്പോൾ കാരണം എന്താണ്? ഇല്ല, നോ, നെവർ. കാരണം എന്താണ്? ഏകകക്ഷി മേധാവിത്വ വ്യവസ്ഥ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ജനാധിപത്യ സ്വഭാവത്തെ പ്രതികൂലമായി ബാധിച്ചിരുന്നില്ല. കാരണം എന്താണ്? കോൺഗ്രസ് വ്യത്യസ്ത പ്രത്യയശാസ്ത്രങ്ങളും താല്പര്യങ്ങളും വൈവിധ്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു. ബിസൈഡ്സ് കോൺഗ്രസ് ഓൺ എലക്ഷൻസ് ത്രൂ ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻ. കോൺഗ്രസ് ജയിച്ചത് എങ്ങനെയാണ്? ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻ നടത്തിയിട്ടാണ്. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിയുടെ അടിസ്ഥാനത്തിൽ എലക്ഷൻ നടത്തിയിട്ടാണ്, അല്ലേ? അപ്പോൾ എന്താണ്? അതൊരു ഏകകക്ഷി മേധാവിത്വത്തിൻ്റെ ഒരു ജനാധിപത്യ സ്വഭാവം ആയിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, വൈ ഡിഡ് ഇറ്റ് സേസ് ദാറ്റ് കോൺഗ്രസ് ആസ് സോഷ്യൽ ആൻഡ് ഐഡിയോളജിക്കൽ കോയിലേഷൻ മെൻഷൻ ദി വേരിയസ് ഐഡിയോളജിക്കൽ കറൻറ്റ് പ്രസൻസ് വിത്തിൻ ദി കോൺഗ്രസ്? അതായത് എന്ത് അർത്ഥത്തിലാണ് കോൺഗ്രസ് ഒരു പ്രത്യയശാസ്ത്രപരമായ മുന്നണിയാകുന്നത്? കോൺഗ്രസിനുള്ളിലെ വിവിധ ആശയധാരകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കോൺഗ്രസ് വാസ് എ പ്ലാറ്റ്ഫോം ഫോർ ന്യൂമറസ് ഗ്രൂപ്പ്സ്, ഇൻട്രസ്റ്റ് ആൻഡ് ഈവൻ പൊളിറ്റിക്കൽ പാർട്ടീസ്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് എ
പ്ലാറ്റ്ഫോമാണ്. അതൊരു വിവിധ ഗ്രൂപ്പുകളെയും വിവിധ താല്പര്യങ്ങളെയും വിവിധ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളെയും വിഭാഗങ്ങളെയും ഒന്നിച്ചു നിർത്തി കൊണ്ടുപോകുന്ന ഒരു പാർട്ടിയായിരുന്നു കോൺഗ്രസ് എന്ന് പറയുന്നത്. കോൺഗ്രസ് വിവിധ ജാതി, മത, ഭാഷ, വർഗ താല്പര്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സാമൂഹ്യ മുന്നണിയായിരുന്നു. Since independence, many of these groups merged their identity within the Congress. Some of them continued to exist within the Congress without losing their identity. വിവിധ ഗ്രൂപ്പുകൾ എന്ത് ചെയ്തു? അവരുടെ സ്വത്വത്തെ കോൺഗ്രസ്സിനുള്ളിൽ ലയിപ്പിച്ചു. ഇത് വിപ്ലവകാരിയെയും അതുപോലെ തന്നെ സമാധാനവാദിയെയും യാഥാസ്ഥികതയെയും സമൂല പരിവർത്തകനെയും ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ഉൾക്കൊണ്ടു. Thus, the Congress accommodated the revolutionary and pacifist, conservatives and radical and the right and the left. In this sense, it says that Congress was a social and ideological coalition. അതുകൊണ്ട് തന്നെയാണ് എന്ത് പറയുന്നത്, ഈ ഒരു അർത്ഥത്തിൽ തന്നെയാണ് കോൺഗ്രസ് ഒരു പ്രത്യയശാസ്ത്ര മുന്നണിയാണെന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഈസ് മീൻ ബൈ ഫാക്ഷൻ? ദ ഗ്രൂപ്പ് എന്താണ് ഫാക്ഷൻ? വിമത വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വിമത വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ദ ഗ്രൂപ്പ്സ് ഫോംഡ് ഇൻസൈഡ് ദി പാർട്ടി നോൺ ആസ് ഫാക്ഷൻ. വിമത വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കുള്ളിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വെച്ച് പുലർത്തുന്ന ഗ്രൂപ്പുകളാണെന്ത് വിമത വിഭാഗങ്ങളെന്ന് പറയുന്നത്. അതായത് കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ വ്യത്യസ്ത പ്രത്യയശാസ്ത്രങ്ങളും വ്യത്യസ്ത ആശയങ്ങളും വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ വെച്ച് പുലർത്തുന്ന ആളുകളാണെന്ത് പറയുന്നത് വിമത വിഭാഗങ്ങൾ അല്ലെങ്കിൽ ഫാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിച്ച് വാസ് ദി ഇവൻറ്റ് ഇൻസ്പയർഡ് ദി ഫോർമേഷൻ ഓഫ് കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പ്സ് ഇൻ ഇന്ത്യ ഇൻ 1920s. 1920-കളിൽ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ രൂപീകരിക്കുന്നതിന് വഴി തെളിയിച്ചൊരു സംഭവം എന്താണ്? സംഭവം എന്ന് പറയുന്നത് ബോൾഷെവിക് റെവല്യൂഷൻ ഇൻ റഷ്യയിലെ ബോൾഷെവിക് വിപ്ലവമാണ്. ഹു ആർ ദി ലീഡേഴ്സ് ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെന്ന് പറയുന്നത് AK ഗോപാലൻ, SA ഡാങ്കെ, EMS നമ്പൂതിരിപ്പാട്, PS ജോഷി, അജയ് ഘോഷ്, P സുന്ദരയ്യ എന്നിവരാണ്. ഓക്കെ, which party won the second largest number of Lok Sabha seat in the first general election 1952? 1952 ലോക്സഭാ ഇലക്ഷനിൽ ആരായിരുന്നു സെക്കൻഡ് ലാർജസ്റ്റ്, രണ്ടാമതായി വിജയിച്ചത് ആരായിരുന്നു? രണ്ടാമത്തെ സീറ്റ് കൂടുതലായിട്ട് കിട്ടിയത് CPIക്കായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്കായിരുന്നു. എത്ര സീറ്റാണ് അവർക്ക് ലഭിച്ചത്? 16 സീറ്റാണ് ലഭിച്ചത്, 16 സീറ്റാണ് ലഭിച്ചത്. ഇൻ വിച്ച് സ്റ്റേറ്റ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് കെയിം ടു പവർ ത്രൂ ഡെമോക്രാറ്റിക് ഇലക്ഷൻ? ഏത് സ്ഥലത്താണ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ജനാധിപത്യ തിരഞ്ഞെടുപ്പിലൂടെ നിലവിൽ വന്നത്? കേരളത്തിലാണ് ലോകത്തിലാദ്യമായിട്ട് വന്നത്. ഓക്കെ, ഹു വാസ് ദി ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള? EMS നമ്പൂതിരിപ്പാട്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് EMS നമ്പൂതിരിപ്പാടാണ്. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിയായി പുറത്താക്കുക വഴി തെളിയിച്ചൊരു സംഭവം എന്ന് പറയുന്നത് ലിബറേഷൻ സ്ട്രഗിൾ അല്ലെങ്കിൽ വിമോചന സമരമാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കുന്നത് ഹൗ ഡിഡ് ദി മേജർ സ്പ്ലിറ്റ് ഒക്വർ ഇൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഇൻ 1964? 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പിളർപ്പുണ്ടാകുന്നതിനുള്ള കാരണം എന്താണ്? സ്പ്ലിറ്റ് ഉണ്ടാകുന്നതിനുള്ള കാരണം എന്താണ്? കാരണം ദ ഐഡിയോളജിക്കൽ റിഫ്റ്റ് ബിറ്റ്വീൻ സോവിയറ്റ് യൂണിയൻ ആൻഡ് ചൈന ലെഡ് ടു ദി സ്പ്ലിറ്റ് ഇൻ ദി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഇൻ 1964. The pro-Soviet factions remained as the CPI while the opponent formed the CPIM. ഓക്കെ, എന്താണ് കാരണം? ചൈനയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള പ്രത്യയശാസ്ത്ര ഭിന്നതയാണ് 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ പിളർപ്പ് ഉണ്ടാക്കിയത്. സോവിയറ്റ് യൂണിയൻ അനുകൂല വിഭാഗം CPI ആയി തുടരുകയും ഒപ്പണൻ്റായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ എതിരാളികൾ CPIM എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആയി രൂപീകരിക്കുകയും ചെയ്തു. എന്നാണ് പിളർപ്പുണ്ടായത്? 1964. ഹു വാസ് ദി ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ? ആരാണ് ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ഇൻ വിച്ച് ഇയർ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി CSP എന്നൊരു പാർട്ടി രൂപീകരിച്ചു? ഇൻ 1934. ആരാണ് അതിൻ്റെ ഒരു ഐഡിയോളജി, അതിൻ്റെ ചീഫ് ഐഡിയോളജി എന്ന് പറയുന്നത് എന്താണ്? പ്രത്യയശാസ്ത്രം എന്ന് പറയുന്ന ജനാധിപത്യ സോഷ്യലിസമാണ്, ഡെമോക്രാറ്റിക് സോഷ്യലിസമാണ്. ഹൂസ് ദ ഫസ്റ്റ് പ്രസിഡൻറ്റ് ഓഫ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി? CSPയുടെ ആദ്യ പ്രസിഡൻറ്റ് എന്ന് പറയുന്നത് ആചാര്യ നരേന്ദ്രദേവാണ്. ഹു ആർ ദി ലീഡേഴ്സ് ഓഫ് ദി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി? മറ്റ് ലീഡേഴ്സുകൾ എന്ന് പറയുന്നത് റാം മനോഹർ ലോഹിയ, അശോക് മേത്ത, ആചാര്യ നരേന്ദ്രദേവ് ആൻഡ് ജയപ്രകാശ് നാരായൺ. നെക്സ്റ്റ് വൺ, വൈ ഡിഡ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഇൻ ദി കോൺഗ്രസ് ഫോം എ സെപ്പറേറ്റ് സോഷ്യലിസ്റ്റ് പാർട്ടി ഇൻ 1948? അപ്പോൾ CSPയിൽ എന്ത് ചെയ്തു? 1948 ചില
മറ്റു പാർട്ടികൾ രൂപീകരിച്ചു. കാരണം എന്താണ്? CSP വാസ് ഫോംഡ് വിത്തിൻ ദി കോൺഗ്രസ് ഇൻ 1934. 1934 CSP രൂപീകരിക്കുന്നത്. The Congress amended its constitution to prevent its members from having a dual party membership. എന്ത് പറഞ്ഞു? കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ഇരട്ട അംഗത്വം തടയുന്നതിനായി 1948 കോൺഗ്രസ് അതിൻ്റെ ഭരണഘടനാ ഭേദഗതി ചെയ്തു. ഓക്കെ, ദിസ് ഫോഴ്സ്ഡ് ടു സോഷ്യലിസ്റ്റ് ടു ഫോം എ സെപ്പറേറ്റ് സോഷ്യലിസ്റ്റ് പാർട്ടി ഇൻ 1948. ഇതാണ് എന്തിലേക്ക് തെളിയിച്ചത്? 1948 സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിലേക്ക് വഴി തെളിയിച്ചത്. ഓക്കെ, ഹു വാസ് റിസൈൻഡ് ഫ്രം ദി ഫസ്റ്റ് നെഹ്റൂസ് മിനിസ്ട്രി ഇൻ 1951 ഡ്യൂ ടു ദ ഡിഫറൻസ് ഓവർ ദി ഹിന്ദു കോഡ് ബിൽ. ഹിന്ദു കോഡ് ബില്ലുമായി അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് 1951 രാജിവെച്ചത് ഡോക്ടർ BR അംബേദ്കറാണ്. ഹു വാസ് ദി ഫൗണ്ടർ ഓഫ് ദി ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി ഇൻ 1936. 1936 സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത് BR അംബേദ്കറാണ്. ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ ഇൻ 1942. അതും ഡോക്ടർ BR അംബേദ്കറാണ്. അതായത് പട്ടികജാതി ഫെഡറേഷൻ സ്ഥാപിച്ചത് ഡോക്ടർ BR അംബേദ്കറാണ്. നെക്സ്റ്റ് വൺ, നെയിം ഓഫ് ദി മിനിസ്റ്റർ ഹു റിസൈൻഡ് ഫ്രം നെഹ്റൂസ് മിനിസ്ട്രി ഇൻ 1950 ഡ്യൂ ടു ഡിഫറൻസ് ഓവർ റിലേഷൻ വിത്ത് പാകിസ്ഥാൻ. അതായത് ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൻ്റെ പേരിൽ 1950 നെഹ്റു മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ചത് ആരാണ്? ശ്യാമപ്രസാദ് മുഖർജി. ഹു വാസ് ദി ഫൗണ്ടർ പ്രസിഡൻറ്റ് ഓഫ് ഭാരതീയ ജനസംഘ്? ശ്യാമപ്രസാദ് മുഖർജി. അങ്ങനെ അദ്ദേഹം നെഹ്റു മന്ത്രിസഭയിൽ നിന്നും രാജിവെക്കുകയും ഹി സ്റ്റാർട്ടഡ് എ ന്യൂ പാർട്ടി ഓർ ഹി ക്രിയേറ്റ് എ ന്യൂ പാർട്ടി ഭാരതീയ ജനസംഘ്. ഓക്കെ, അതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ശ്യാമപ്രസാദ് മുഖർജിയാണ്. ഏത് ഇയറാണ്? 1951. 1951 ഭാരതീയ ജനസംഘ് പാർട്ടി രൂപീകരിക്കുന്നത്. വാട്ട് മെയ്ഡ് ദ ജനസംഘ് ഡിഫറെൻറ്റ് ഫ്രം അതർ പാർട്ടീസ് ഇൻ ടേംസ് ഓഫ് ഐഡിയോളജി ആൻഡ് പ്രോഗ്രാംസ്? ഭാരതീയ ജനസംഘത്തിൻ്റെ പ്രത്യയശാസ്ത്രം മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും എങ്ങനെയാണ് വ്യത്യാസമായിരിക്കുന്നത് നോക്കാം. അവരുടെ അടിസ്ഥാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. ഇറ്റ് എംഫസൈസ്ഡ് ദി ഐഡിയ ഓഫ് വൺ കൺട്രി, വൺ കൾച്ചർ ആൻഡ് വൺ നേഷൻ. അവരുടെ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് എന്താണ്? ഒരു രാജ്യം, ഒരു സംസ്കാരം, ഒരു ദേശം എന്ന ആശയത്തിനാണ് അവർ ഊന്നൽ നൽകുന്നത്. പ്രോഗ്രസ് ഓഫ് ദി കൺട്രി ഓൺ ദി ബേസിസ് ഓഫ് ഇന്ത്യൻ കൾച്ചർ ആൻഡ് ട്രഡീഷൻ. ഇന്ത്യൻ സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള രാജ്യ പുരോഗതിയാണ്. കൺസെപ്റ്റ് ഓഫ് അഖണ്ഡ ഭാരത് ത്രൂ ദി റീയൂണിയൻ ഓഫ് ദി ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇന്ത്യയെയും പാകിസ്ഥാനെയും ഒരുമിപ്പിച്ചുകൊണ്ട് പുനരൂപീകരിച്ചുകൊണ്ട് അഖണ്ഡ ഭാരതം എന്നൊരാശയം കൊണ്ടുവരിക. ആൻഡ് ഇറ്റ് സ്റ്റുഡ് ഫോർ ഹിന്ദി ആസ് ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ഇന്ത്യ. ഹിന്ദി എന്ത് ചെയ്യുക? ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ആക്കുക. ഇറ്റ് ഒപ്പോസ്ഡ് ദി കോൺസെഷൻസ് ടു റിലീജിയസ് ആൻഡ് കൾച്ചറൽ മൈനോറിറ്റീസ്. മത സാംസ്കാരിക ന്യൂനപക്ഷങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ നിർത്തലാക്കുക. ഇറ്റ് സപ്പോർട്ട്സ് ടു ഡെവലപ്പ് ന്യൂക്ലിയർ വെപ്പൺസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആണവായുധങ്ങൾ വികസിപ്പിക്കുക. ഓക്കെ, ഇതൊക്കെയായിരുന്നു അവരുടെ പ്രത്യയശാസ്ത്രങ്ങൾ. ഭാരതീയ ജനസംഘത്തിൻ്റെ ലീഡേഴ്സ് എന്ന് പറയുന്നത് ശ്യാമപ്രസാദ് മുഖർജി, ദീൻ ദയാൽ ഉപാധ്യായ ആൻഡ് ബൽരാജ് മധോക്. ദെൻ ഹു ഇനീഷ്യേറ്റഡ് ദ കൺസെപ്റ്റ് ഓഫ് ഇൻ്റഗ്രൽ ഹ്യൂമനിസം? ദീൻ ദയാൽ ഉപാധ്യായ. സമഗ്ര മാനവവാദത്തിൻ്റെ വക്താവ് എന്ന് പറയുന്നത് ദീൻ ദയാൽ ഉപാധ്യായയാണ്. ഹു വാസ് ദി ആൻസിസ്റ്റർ പാർട്ടി ഓഫ് ദി ഭാരതീയ ജനസംഘ്? ഭാരതീയ ജനതാ പാർട്ടി, BJP. ഓക്കെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ആവിർഭാവം ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നാണ്? ഭാരതീയ ജനസംഘം. ഓക്കെ, ഭാരതീയ ജനസംഘത്തിൽ നിന്നാണ് BJP എന്ന പാർട്ടിയുടെ ആവിർഭാവം. ഹു വാസ് ദി ഫൗണ്ടർ ഓഫ് സ്വതന്ത്ര പാർട്ടി? C. രാജഗോപാലാചാരി, 1959. 1959 രാജഗോപാലാചാരി സ്വതന്ത്ര പാർട്ടി രൂപീകരിച്ചു. വാട്ട് വർ ദി എക്കണോമിക് ഇഷ്യൂ ഓൺ വിച്ച് ദി സ്വതന്ത്ര പാർട്ടി ഡിഫറെൻറ്റ് ഫ്രം ദി അതർ പാർട്ടീസ്? സാമ്പത്തിക വിഷയങ്ങളിൽ സ്വതന്ത്ര പാർട്ടിയുടെ നിലപാട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? നോക്കുക, അങ്ങനെയാണ്. ദ നാഗ്പൂർ റെസൊല്യൂഷൻ ഓഫ് ദി കോൺഗ്രസ് ഇൻ 1959 ബ്രോട്ട് ഇൻ ലാൻഡ് സീലിംഗ്, കോപ്പറേറ്റീവ് ഫാമിംഗ്, ഫുഡ് ഗ്രെയിൻ ട്രേഡ് ടേക്ക് ഓവർ ബൈ ദി സ്റ്റേറ്റ്സ് എക്സെട്ര. അതായത് കോൺഗ്രസിൻ്റെ നാഗ്പൂർ പ്രമേയമാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം C. രാജഗോപാലാചാരിയുടെ നേതൃത്വത്തിൽ 1959 സ്വതന്ത്ര പാർട്ടി രൂപീകരിക്കാൻ വഴി തെളിയിച്ചത്.
സമ്പദ് വ്യവസ്ഥയിലുള്ള രാഷ്ട്രത്തിൻ്റെ ഇടപെടൽ, കേന്ദ്രീകൃത ആസൂത്രണം, ദേശസാൽക്കരണം, ലൈസൻസ് നയം, പൊതുമേഖല എന്നിവയെ സ്വതന്ത്ര പാർട്ടി വിമർശിച്ചു. As against it, some leaders under C. Rajagopalachari resigned from the Congress party. They founded Swatantra Party in 1959. The ideology of Swatantra Party was based on the following principles. വ്യക്തിസ്വാതന്ത്ര്യത്തിൽ നിന്ന് മാത്രമേ അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ എന്ന് സ്വതന്ത്ര പാർട്ടി വിശ്വസിച്ചു. സ്വതന്ത്ര പാർട്ടിയുടെ മേഖലയിൽ വ്യാപനത്തിനായി ഇവർ നിലകൊണ്ടു. ഓക്കെ, ദ ഡിമാൻഡഡ് ഫോർ ആൻ എക്കോണമി ഫ്രീ ഫ്രം സ്റ്റേറ്റ് കൺട്രോൾ. അവർ പറഞ്ഞു എന്ത്, സാമ്പത്തിക കാര്യങ്ങളിൽ രാജ്യം അല്ലെങ്കിൽ രാജ്യത്ത് നിന്ന് ചെയ്യണം, ഫ്രീ ആയിരിക്കണം. ദേ ഒപ്പോസിഡ് ദി സ്റ്റേറ്റ് ഇൻ്റർവെൻഷൻ ഇൻ ദി എക്കോണമി, സെൻട്രലൈസ്ഡ് പ്ലാനിംഗ്, നാഷണലൈസേഷൻ എക്സെട്ര. എന്താണ്, ദ സ്വതന്ത്ര പാർട്ടി ഒപ്പോസിഡ് ദി സ്റ്റേറ്റ് could not intervention in the economical, centralized planning and nationalization etc. Okay, they opposed the public sector and stood for the expansion of the private sector. They believed that prosperity would come only through individual freedom. വ്യക്തി സ്വാതന്ത്ര്യത്തിലൂടെ മാത്രമേ രാജ്യത്ത് പ്രോസ്പെരിറ്റി ഉണ്ടാവുകയുള്ളൂ എന്ന് അവർ വിശ്വസിച്ചു. which was the guiding principles of the ideology of സ്വതന്ത്ര പാർട്ടി, an economy free from the state control. അവരുടെ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് എന്താണ്, രാഷ്ട്രീയ നിയന്ത്രണമുക്തമായ സമ്പദ്ഘടനയാണ്. ഓക്കെ, വാസ് ദി ഫസ്റ്റ് ഇന്ത്യൻ ടു ബി ദ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് സി രാജഗോപാലാചാരിയാണ്. നെയിം ഓഫ് ദി ഫസ്റ്റ് ഇന്ത്യൻ ഹൂ ഓൺ ഭാരതരത്ന, സി രാജഗോപാലാചാരി. ഭാരതരത്ന നേടിയ ആദ്യ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് സി രാജഗോപാലാചാരിയാണ്. ദെൻ explain the method of voting changed from the first general election of 1952 to the present. ഇന്ത്യയിൽ മാറി വരുന്ന വോട്ടിംഗ് രീതികളെക്കുറിച്ച് നോക്കാം. നമുക്ക് എന്താണ്, ആദ്യകാല വോട്ടിംഗ് സിസ്റ്റത്തിൽ നിന്നും ഇന്നത്തെ കാണുന്ന വോട്ടിംഗ് സിസ്റ്റത്തിലേക്ക് മാറിയതിൻ്റെ ഒരു എന്താണ് മെത്തേഡ് എന്ന് നോക്കാം. ഫസ്റ്റ്, ഇൻ ദി ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ പോളിംഗ് ബൂത്ത് ഹാഡ് സെപ്പറേറ്റ് ബാലറ്റ് ബോക്സ് ഫോർ ഈച്ച് കാൻഡിഡേറ്റ് വിത്ത് ദി ഇലക്ഷൻ സിംബൽ. ആദ്യത്തെ തെരഞ്ഞെടുപ്പുകളിൽ ഓരോ സ്ഥാനാർത്ഥിക്കും അവരുടെ ചിഹ്നം പതിച്ച ഓരോ ബാലറ്റ് പെട്ടി ഓരോ പോളിംഗ് ബൂത്തിലും സ്ഥാപിച്ചു. ദെൻ ഈച്ച് വോട്ടർ ഡ്രോപ്പ് ബാലറ്റ് ഇൻ ടു ദി ബോക്സ് ബിയറിംഗ് ദ സിമ്പിൾ ഓഫ് ദി കാൻഡിഡേറ്റ്സ് ദേ വാണ്ടഡ് ടു വോട്ട്. പിന്നീട് എന്താ വെച്ചാൽ ഓരോ വോട്ടർമാർക്കും ഓരോ ശൂന്യമായ ബാലറ്റ് പേപ്പർ നൽകുകയും വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പെട്ടിയിൽ അത് നിക്ഷേപിക്കുകയും ചെയ്യുന്നു. സിമ്പിളിന് നേരെ അതെന്ത് ചെയ്യുന്നു, ആ സിമ്പിളിന് നേരെ ടിക്ക് ചെയ്യുകയും ബാലറ്റ് പേപ്പർ പെട്ടിയിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്യുന്നു. ആഫ്റ്റർ ഫസ്റ്റ് 2 ഇലക്ഷൻസ് ബാലറ്റ് പേപ്പർ ക്യാരിഡ് ദ നെയിംസ് ആൻഡ് സിമ്പിൾസ് ഓഫ് ദി കാൻഡിഡേറ്റ്സ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. എന്ത് ചെയ്യുന്നു, ആദ്യ 2 തെരഞ്ഞെടുപ്പുകളിൽ ശേഷം ഈ സമ്പ്രദായം മാറ്റി. കാരണം എല്ലാ സ്ഥാനാർത്ഥികളുടെയും പേര്, ചിഹ്നം എന്നിവയടങ്ങുന്ന ബാലറ്റ് പേപ്പർ വോട്ടർമാർക്ക് നൽകുകയും വോട്ട് രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പേരിന് മുമ്പിൽ സമ്മതിദായകൻ സീൽ പതിപ്പിക്കുകയും ബാലറ്റ് പെട്ടിയിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. അല്ലേ, ദ വോട്ടർ ഹാഡ് ടു മാർക്ക് എഗൈൻസ്റ്റ് ദി നെയിം ഓഫ് കാൻഡിഡേറ്റ്സ് ടു വോട്ട് ഫോർ എന്നിട്ട് ബാലറ്റ് പേപ്പറിലേക്ക് നിക്ഷേപിക്കുന്നു. ഇൻ 2004 2004 എന്തായത്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഹോൾ ഓഫ് ഇന്ത്യ. 2004 എന്തായി, രാജ്യത്ത് മുഴുവൻ ഇലക്ട്രോണിക് വോട്ടിംഗ് സിസ്റ്റം നിലവിൽ വന്നു. ദ വോട്ടർ ക്യാൻ പ്രസ് ദി ബട്ടൺ നെക്സ്റ്റ് ടു ദി കാൻഡിഡേറ്റ്സ് നെയിം ആൻഡ് സിംബൽസ് ദേ വിഷ് ടു വോട്ട് ഫോർ. എന്തത്തിലേക്ക് മാറുകയും വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളെ നേരെയുള്ള ബട്ടണിൽ പ്രസ് ചെയ്യുകയും വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഇപ്പോൾ നിലവിൽ ദ കറൻറ്റ് ആയിട്ട് എന്താണ്, ദ പ്രസൻറ്റ് സിറ്റുവേഷനിൽ എന്താണ്, വോട്ടിംഗ് സിസ്റ്റം വിൽ ബി ട്രാൻസ്ഫേർഡ് ടു VVPAT മെഷീൻ. ഓക്കെ, VVPAT എന്ന് പറയുന്ന മെഷീനിലേക്ക് അത് ചേഞ്ച് ചെയ്യുകയും വോട്ട് ചെയ്യുന്ന ആളെ നേരെയുള്ള ബട്ടൺ പ്രസ് ചെയ്യുകയും അതോടൊപ്പം വോട്ട് രേഖപ്പെടുത്തുന്നതോടൊപ്പം ഒരു സ്ലിപ്പ്, വോട്ട് രേഖപ്പെടുത്തിയ ആളുടെ ചിഹ്നവും പേരും ഫോട്ടോയും വരുന്ന ഒരു പേപ്പർ, ബാലറ്റ് പേപ്പറിൽ അല്ലെങ്കിൽ വോട്ട് രേഖപ്പെടുത്തിയ പേപ്പർ ബാലറ്റ് പെട്ടിയിലേക്ക് വീഴുകയും ചെയ്യുന്നു. ഇതാണ് VVPAT മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള ഇറ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ്, ഏകകക്ഷി മേധാവിത്വ കാലഘട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ തേർഡ് യൂണിറ്റ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യും.